ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലവ് കട്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ തുടക്കക്കാർക്ക് എങ്ങനെ അളവെടുക്കാൻ പഠിക്കാം എന്ന വീഡിയോ അല്ലേ കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് എടുത്ത അളവൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നൊന്ന് കണ്ടാലോ. അപ്പോൾ നീളം നമ്മൾക്ക് ഇവിടെ 40 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. 40 ഇഞ്ചിൻ്റെ ഇവിടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടി. അപ്പോൾ 41 ഇഞ്ച്. നിങ്ങൾക്ക് വേണേൽ 2 ഇഞ്ച് കൂട്ടാം. ഞങ്ങളിവിടെ 1 ഇഞ്ചാണ് കൂട്ടിയേക്കുന്നത്. അപ്പോൾ 41 ഇഞ്ച്. പിന്നെ നെഞ്ചുവണ്ണം ഇവിടെ 31. അപ്പോൾ 31ന് 4:1. 31ന് 4:1 പറയുന്നത് 7.25. അപ്പോൾ 7.25 കൂടെ നമ്മൾ തയ്യൽ തുമ്പും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ 1.5 ഇഞ്ച് കൂട്ടുന്നുണ്ട്. 1.5 ഇഞ്ചാണ് ഞങ്ങളിവിടെ തയ്യൽ തുമ്പ് ഇടുന്നത്. നമുക്ക് വേണമെങ്കിൽ 2 ഇഞ്ചും ഇടാം. ഞങ്ങളിവിടെ 1.5 ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പം 7.25 കൂടെ നമ്മൾ 1.5 ഇഞ്ചും കൂടെ കൂട്ടും. അപ്പോൾ നമുക്ക് 9.25 കിട്ടി. വയറ് വണ്ണം 8.25. പിന്നെ സീറ്റ് വണ്ണം 10.5. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ തയ്യൽ തുമ്പിടാം. പക്ഷെ ഞങ്ങളിവിടെ 1.5 ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡറിന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഷോൾഡറിൻ്റെ നീളം എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. അപ്പം നമ്മൾ 15ൻ്റെ പകുതി എടുത്തു. അപ്പോൾ നമുക്ക് 7.5 കിട്ടി. അപ്പോൾ 7.5 നമ്മൾ 1 ഇഞ്ച് കുറച്ച് 7.5 നമ്മൾ 1 കുറച്ചു. അപ്പം 7.5 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 6.5 കിട്ടി. അപ്പം നമ്മൾ 6.5 ആണ് നമ്മൾ സൈഡിലോട്ട് അടയാളപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് താഴോട്ട് നമ്മൾ 6.5യുടെ കൂടെ 1/2 ഇഞ്ച് കൂട്ടും. അപ്പോൾ 1/2 ഇഞ്ച് കൂട്ടി നമ്മൾ താഴോട്ട് മാർക്ക് ചെയ്യും. 1/2 ഇഞ്ച് കൂട്ടുമ്പം 6.5യുടെ കൂടെ 1/2 ഇഞ്ച് കൂട്ടുമ്പോൾ 7 ഇഞ്ച് താഴോട്ട് നമ്മൾ മാർക്ക് ചെയ്യും. അതാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്ന രീതി. ഷോൾഡറിൻ്റെ അളവ് കാൽക്കുലേഷൻസ് എല്ലാം അങ്ങനെ ഷോൾഡർ. ഇനി നമ്മൾ കൈനീളമാണ് നോക്കാൻ പോകുന്നത്. കൈനീളം നമ്മൾ ഫുൾ കൈ ആണല്ലോ. അപ്പോൾ ഫുൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെ കൈനീളം 20ൻ്റെ കൂടെ 1.5 കൂട്ടാം. ഞങ്ങൾ 1.5 ഞങ്ങൾ കൂട്ടിയേക്കുന്നത്. നമുക്ക് വേണേൽ 2 ഇഞ്ച് കൂട്ടാം. ഞങ്ങളിവിടെ 1.5 കൂട്ടിയേക്കുന്നത്. അപ്പോൾ 21.5 കൈനീളം 21.5. പിന്നെ കൈക്കുഴി വണ്ണം 16 നമുക്ക് കിട്ടിയത്. അപ്പോൾ 16ൻ്റെ പകുതി 8. 8ൻ്റെ കൂടെ 1.5 കൂടെ കൂട്ടുമ്പോൾ 9.5 ആണ് കൈക്കുഴി വണ്ണം. പിന്നെ കൈവണ്ണം 12. അപ്പോൾ 12ൻ്റെ പകുതി 6. അപ്പോൾ 6ൻ്റെ കൂടെ 1.5 കൂട്ടി 1.5 കൂടെ കൂട്ടി 7.5. അപ്പം 7.5 കൈവണ്ണം. നമ്മൾ തുണി അടയാളപ്പെടുത്തുന്ന കൈവണ്ണം 7.5. പിന്നെ കൈപ്പടി വണ്ണം 7.5. അപ്പം 7.5യുടെ പകുതി എന്ന് പറയുന്നത് 3.25. അപ്പം 3.25 കൂടെ 1.5 കൂട്ടി. അപ്പം നമുക്ക് 5.25 കിട്ടി. അപ്പം 5.25 നമ്മളിവിടെ എഴുതി. കഴിഞ്ഞിവിടെ നമ്മൾ അളവെടുക്കുന്ന കാണിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അളവ് കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം. അപ്പോൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത ഈ അളവാണ് നമ്മളിനി വെട്ടാൻ പോകുന്ന തുണിയിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.